श्रृंखला नई सदी की पहचान श्रेष्ठ दलित कहानियाँ नामक पुस्तक से लिया गया 4 कहानियाँ का विश्लेषण है। हमारे सिलेबस में इस किताब से 4 कहानियों को चुनकर रखा है। इस 4 कहानियों का विश्लेषण हम आगे करेंगे। उसमें सबसे पहले घायल शहर की एक बस्ती नामक कहानी का विश्लेषण है। ये कहानी मोहनदास नईमिश्राई जी का है और हमने मुक्ति पर्व के बारे में चर्चा करते समय मोहनदास नईमिश्राई के बारे में विस्तार से देखा और वो जिस प्रकार वो उपन्यास के क्षेत्र में सम्राट है, उसी तरह उन्होंने दलित कहानी के क्षेत्र में भी अपनी कलम चलाई है और अपनी नाम कमाई है। और उनकी ये कहानी घायल शहर की एक बस्ती उनकी एक प्रसिद्ध कहानी है। यह मेरठ शहर में हुए हिंदू मुस्लिम दंगे की कहानी है। അതായത് ഈ കഥ എന്ന് പറയുന്നത് ഹിന്ദു മുസൽമാൻ ദംഗ ലഹള അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണിത്. ലഹള അതായത് ഹിന്ദു മുസൽമാൻ ലഹള നടന്ന സമയത്ത് ആ ഒരു പൃഷ്ഠഭൂമി ആ ഒരു പരിവേശില് തയ്യാറാക്കിയ ഒരു കഥയാണ് घायल शहर की एक बस्ती. 20 वर्ष पहले मेरठ में 144 धारा के अनुसार कर्फ्यू लागू किया यानी कि 20 വർഷം മുൻപ് മിററ്റിലെ 144 ധാര പ്രകാരം ആർട്ടിക്കിളിന്റെ 144ാമത്തെ ധാര അനുസരിച്ച് എന്ത് പ്രഖ്യാപിച്ചു? മിററ്റിലെ മുഴുവൻ കർഫ്യൂ പ്രഖ്യാപിച്ചു. കഹാനി ഇസ് പ്രകാർ ശുരു ഹോത്തി ഹെ. അങ്ങനെ ആ ഒരു പരിവേശിലാണ് കഥ ആരംഭിക്കുന്നത്. शहर में तनाव था, मारकाट हो रही थी, घर जल रहे थे. അത് ഈ കർഫ്യൂ പ്രഖ്യാപിച്ചു. സാമ്പ്രദായികത ഹിന്ദു മുസൽമാൻ ലഹളയാണ്. അതിന്റെ സാമ്പ്രദായികത വർഗീയവാദം അതൊക്കെ കാരണമാണ് എന്ത് ചെയ്തിരുന്നത്? കർഫ്യൂ പെട്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിലും എന്താണ് ഷഹറിലെ പട്ടണത്തിലും പട്ടണ പ്രദേശങ്ങളിലൊക്കെ മുഴുവൻ അക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ആ ഒരു എന്താണ് പിക്ചറൈസേഷനോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? കഹാനി ആരംഭിക്കുന്നത്. അവിടെ എന്താണ് ആളുകളൊക്കെ ഭയങ്കര എന്താണ് ഭീതിജനകമായിരിക്കുകയാണ്. അതിനോടൊപ്പം മാർക്കാട്ട് അക്രമങ്ങളും അടിയും ഒക്കെ ഇടിയൊക്കെ നടക്കുന്നുണ്ട്. और घर जल रहे थे, ഒരുപാട് വീടുകളിൽ നിന്ന് കത്തുന്നുണ്ട്. और इसका असर शहर की बस्ती पर भी പഠ रहा था. അതായത് ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ്? ഷഹർ പട്ടണ പ്രദേശങ്ങളിൽ മാത്രമല്ല ഉള്ളിലോട്ടുള്ള പല ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വരെ ഹിന്ദു മുസൽമാൻ തമ്മിലുള്ള ദംഗ ലഹള മീൻസ് കേന്ദ്രത്തിലാണ് പ്രശ്നം നടക്കുന്നത്, അല്ലെങ്കിൽ മിററ്റിന്റെ കേന്ദ്ര പ്രദേശം അല്ലെങ്കിൽ മിററ്റിന്റെ പട്ടണ പ്രദേശങ്ങളിലാണ് ഹിന്ദു മുസൽമാൻ പ്രശ്നം നടക്കുന്നതെങ്കിലും അതിൻ്റെയൊക്കെ ചെറിയൊരു ഇൻഫ്ലുവൻസ് കാരണം ചെറിയ ചെറിയ ബസ്തികളിലും ഹിന്ദു മുസൽമാൻ തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്? അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. बस्ती में रहने वाले कल्लू राम लखब ആദി ദംഗെ കെ ആഗ് മേം ജൽ ഗയെ. അതായത് ബസ്തിയിൽ താമസിച്ചിരുന്ന കല്ലൂറാമും ലഖബും അവർ രണ്ടുപേരും ഈ ലഹളയ്ക്കിടയിൽ പെട്ട് എന്ത് മരിച്ചു? കത്തിപ്പോയി. അവരൊക്കെ അപ്പൊ തന്നെ മരിച്ചു. ये दोनों जो है बस्ती में रिक्शा चलाकर जीवन बिताते थे. രണ്ടുപേരും അവരുടെ ബസ്തിയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് തന്നെ എന്താണ് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന സാധാരണക്കാരായ രണ്ടുപേരാണ്. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഇതിന്റെ ഇടയിൽ പെട്ട് മരിച്ചു. अब दोनों का नामोनिशान तक नहीं रहे. അവർ പേര് പോലും അവശേഷിക്കാത്ത വിധം അവർ കത്തിത്തീർന്നു. നത്തു ബസ്തി മേ ലക്കടി കാ ദൂക്കാൻ ചലാത്താതാ. നത്തു അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ഈ ദംഗയ്ക്ക് ഇരകളാകേണ്ടി വന്ന ഒരുപാട് ആളുകൾ ഇവിടെ കഹാനിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നത്തു ബസ്തിയിലെ ഒരു മര ഉരുപ്പടികൾ വിൽക്കുന്ന കട നടത്തിയിരുന്ന ആളായിരുന്നു. സാമ്പ്രദായിക് ദംഗേമേ വോ ലക്കടി കെ സാത്ത് ജൽ ഗയെ. ഈ ലഹളക്കിടയിൽപ്പെട്ട് ആ മര ഉരുപ്പടികളോടുകൂടി അയാൾ എന്ത് ചെയ്തു? കത്തിത്തീർന്നു. मेरठ शहर की इस बस्ती के नूर कसाई की दुकान और रघु का होटल भी दंगे के कारण बंद हो गया. മെററ്റ് ഷഹറിലെ ഈ ബസ്തിയിലെ നൂർ കസായിയുടെ കടയും അതേപോലെ രഘുവിന്റെ ഹോട്ടലും ഈ ദംഗ കാരണം എന്ത് ചെയ്തു?
വേ തോ ബന്ദ് ഹോ ഗയ, അതൊക്കെ അടച്ചിട്ടു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ. उस मोहल्ले में एक मुस्लिम परिवार की औरत को बच्चे पैदा हुआ तो हिंदू ताई समरथी बिना देर किए वहां पहुंच जाती है. दंगे के समय में उस तरह का काम भी होता है. അങ്ങനെ ഹിന്ദു മുസൽമാൻ വർഗീയവാദികൾ അല്ലെങ്കിൽ ഹിന്ദു മുസൽമാൻ തമ്മിൽ ഇത്രയും വലിയ ലഹള നടക്കുന്ന സമയത്ത് ബസ്തിയിൽ ഒരു മുസ്ലിം മൊഹല്ലയില് ഒരു മുസ്ലിം പരിവാറില് ഒരു സ്ത്രീ ഗർഭിണിയായി എന്നറിയുമ്പോഴേക്കും മീൻസ് അവരുടെ ഡെലിവറി അടുത്തു എന്നറിഞ്ഞപ്പോഴേക്കും അവരെ നോക്കാൻ ഓടി വരുന്ന ഒരു ഹിന്ദു സ്ത്രീ, സമരത്തി എന്ന് പറഞ്ഞൊരു പ്രായമായ ഒരു സ്ത്രീ ഓടി വരുന്നുണ്ട്. അങ്ങനെ അവർക്ക് കുഞ്ഞ് ജനിക്കുന്നുണ്ട്, അവിടെ ഡെലിവറി നടന്നവർക്ക് കുഞ്ഞാവുന്നുണ്ട്. അപ്പം എന്താണ് ഇത്രയും കൊടുമ്പിരി, അതായത് വർഗീയവാദം ഇത്രയും കൊടുമ്പിരി കൊള്ളുന്ന ആ ഒരു സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദു മുസൽമാൻ തമ്മിൽ ഇങ്ങനെ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആ ഒരു ചിത്രം മറുഭാഗത്ത് കഹാനിയിലൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ദുരന്തങ്ങൾ നടക്കുന്ന സമയത്തും അവിടെ എന്താണ് ആ ഒരു ആവശ്യം വന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദു മുസൽമാൻ ഭേദമില്ലാതെ ഓടിവന്ന് പ്രവർത്തിച്ച ജനങ്ങളുടെയും ചിത്രം ഈ കഥയിൽ കാണാം. सांप्रदायिक दंगे के कारण हरिया के परिवार बुरी तरह फंस गया. അങ്ങനെ ദംഗ വന്നു, കർഫ്യൂ പ്രഖ്യാപിച്ചത് കാരണം ഹരിയയുടെ കുടുംബം മുഴുവൻ വളരെ പ്രശ്നത്തിലായി. ഷഹർ മേ കർഫ്യൂ ഹോനെ കെ കാരണം ഹരിയ കാം പർ നഹീ ഗയ. അങ്ങനെ ഷഹറിലെ കർഫ്യൂ ആയത് കാരണം ഹരിയക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പട്ടണത്തിലേക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഹരിയ കി പത്നി ജസ്വന്തി പടോസ് സെ ചാവൽ ഉധാർ കർ ലാത്തി. അങ്ങനെ ഹരിയയുടെ ഭാര്യ ജസ്വന്തി അടുത്തുള്ള വീടുകളിലൊക്കെ പോയി കടം വാങ്ങിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭക്ഷണമൊക്കെ വെച്ചിരുന്നത്. अंत में कर्फ्यू के तीसरे दिन ഹരിയ की मृत्यु हो जाती है. അങ്ങനെ കർഫ്യൂ പ്രഖ്യാപിച്ച് 3-ാം ദിവസം ആര് മരിക്കുന്നു, ഹരിയ മരിക്കുന്നു. सांप्रदायिक हिंसा के दौरान निर्दोष लोग अनियंत्रित परिस्थितियों में फंस जाता है. അതായത് സാമ്പ്രദായികത ആണെങ്കിലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിന് ഇരയാകപ്പെടുന്നത് പാവങ്ങളായ കുറെ ജനങ്ങളാണ്. അത് ലഹളയാണെങ്കിലും കർഫ്യൂ ആണെങ്കിലും ഒരു സാധാരണ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ലോക്ക്ഡൗൺ പോലെയുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഒക്കെ സാധാരണക്കാരായ ആളുകളാണ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം ആണ് അതിൻ്റെ അനുഭവിക്കുന്നത്, അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കർഫ്യൂ പ്രഖ്യാപിച്ച് വലിയ പ്രശ്നങ്ങൾ ഈ മതത്തിന്റെ പേരും പറഞ്ഞ് അവിടെ വലിയ ലഹള നടക്കുമ്പോഴും ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ള ആളുകള്, സാമന്തി വർഗുകള്, സവർണ ജാതികള് അവരവരുടെ മഹലുകളിൽ അവർ സുഖവും സുരക്ഷിതവുമായിരിക്കുമ്പോഴും ഇത് കാരണം എന്ത് ചെയ്യുന്നു, ഒന്നും അറിയാത്ത നിരീഹായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ഈ ഒരു സാധാരണ വിഭാഗക്കാര് जो हमारे समाज से कभी कभी अछूत माने जाते हैं, कभी कभी अस्पृश्य माने जाते हैं या कभी कभी गरीब माने जाते हैं, ये लोग इसका शिकार बन जाता है. സമൂഹത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട, മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടാൻ നിർബന്ധിതരായ ഒരു ജനവിഭാഗമുണ്ട്. അവരാണ് ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത്. इसका कारण व्यापक स्तर पर मानवाधिकारों का हनन भी होता है. ഒരുപാട് മനുഷ്യാവകാശങ്ങൾ കർഫ്യൂവിന്റെ പേരും പറഞ്ഞ് ലംഘിക്കപ്പെടും. അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഒരുപാട് പേര് മരിക്കുന്നു. കാരണം അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ഭക്ഷണങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഈ സാമ്പ്രദായിക് ദംഗയുടെ പേരും പറഞ്ഞ് ഒരുപാട് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകൾ മരിച്ചു വീഴുന്നു. सांप्रदायिक हिंसा के कारण जनमाल का काफी अधिक नुकसान भी हो जाता है. അങ്ങനെ ഒരുപാട് ആളുകളിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് ഒരുപാട് വസ്തുക്കൾ അവർക്ക് നശിഞ്ഞു പോകുന്നു. അവരുടെ വസ്തുക്കളും സാധനങ്ങളും അവരുടെ ഉപജീവന മാർഗത്തിനൊക്കെയുള്ള മാധ്യമങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. इस कहानी में स्पष्ट है कि साधारण लोगों पर ही दंगे का असर अधिक होता है. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത് കൂടുതൽ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ്. ഈ കഹാനിയുടെ ടൈറ്റിലേക്ക് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഘായൽ ഷഹർ കി ഏക് ബസ്തി. ഘായൽ ഷഹർ കി ഏക് ബസ്തി ആ പറയുന്നത്, അതായത് ഘായൽ മുറിവ് ഏൽക്കപ്പെട്ട ഒരു പട്ടണത്തിലെ ഒരു ബസ്തിയുടെ ചിത്രമാണ് നമുക്ക് തരുന്നത്. കാരണം അവിടെ നാശം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഷഹർ, അവിടെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, സേഫായിട്ടിരിക്കുന്ന സമയത്ത് ഇവരാണ് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. പട്ടിണി, ദാരിദ്ര്യം ഒക്കെ വന്ന്, രോഗങ്ങൾ ഒക്കെ വന്ന് ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ എണ്ണം കുറയുന്നു, ഇവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നു, പട്ടിണി ദാരിദ്ര്യം അവരെ ബാധിക്കുന്നു. അങ്ങനെയുള്ള ചിത്രമാണ് ഈ കഹാനി കാണിക്കുന്നത്.
अगली कहानी है शवयात्रा. ओम प्रकाश വാൽമീകി जी का है शवयात्रा. ഒരു വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് ശവയാത്ര. चमारों और बल्हारों के बीच एक सीमा रेखा है जोहट. चमारों को यदि बल्हारों से काम लेना हो तब वे जोहट से ही आवाज लगाते हैं और उन्हें बुलाते हैं. അതായത് ചമാർ ഓർ ബൽഹാറും കെ ബീച്ച് एक सीमा रेखा है जो ജോഹട്ട്. അതായത് രണ്ട് ജാതികൾ, ചമാറും ബൽഹാറും. അതായത് രണ്ടും സമൂഹത്തിലെ അസ്പൃശ്യ എന്ന് സവർണ ജാതികളും മുദ്ര കുത്തപ്പെട്ട ഒരു വിഭാഗമാണ് ചമാറും ബൽഹാറും. അപ്പോൾ ചമാറിനേക്കാളും താഴേക്കിടയിലുള്ള ഒരു വിഭാഗമാണ് എന്ത്, അങ്ങനെ ചമാറിനേലും താഴേക്കിടയിലുള്ള ഒരു ജാതി എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഈ ബൽഹാർ ജാതി. അപ്പോൾ ഈ ചമാർ എന്ത് ചെയ്യില്ല, ബൽഹാർ ജാതിയെ എന്ത് ചെയ്യില്ല, അവരെ അച്ചൂത്തായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇവരുടെ ഇടയിലുള്ള ഒരു സീമാരേഖയാണ് ഈ ജോഹഡ് എന്ന് പറഞ്ഞ പ്രദേശം. അതായത് ഈ ബൽഹാർ ജാതിക്കാര് എന്താ ചെയ്യുന്നത്, അവരെ എപ്പോഴും ദൂരെ മാറി, എന്താണ്, ചമാർ ജാതിയുടെ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെ മാറിയാണ് ഈ ബൽഹാർ ജാതി ആളുകൾ താമസിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, ഈ ചമാർ ജാതിയിലുള്ള ആളുകൾ വരെ അവർ അസ്പൃശ്യത എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്ന ആൾക്കാരെയാണ്. അവരും അച്ചൂത് ജാതിയാണ്. അവരിലും അച്ചൂത് ജാതികളെ ഈ ചമാർ ജാതികൾ പോലും എന്ത് ചെയ്യുന്നു, അവരിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു വിരോധാഭാസം നമുക്ക് കഹാനിയുടെ തുടക്കത്തിൽ തന്നെ കാണാം. ചമാർ ജാതി അവരനുഭവിക്കുന്നതും ഈ സെയിം കാര്യം തന്നെയാണ്. അവരനുഭവിക്കുന്ന ആ ഒരു ഇത് തന്നെ അവർ തിരിച്ച് ആരോട് കാണിക്കുന്നതാണ്, ബൽഹാർ ജാതിയോട് കാണിക്കുന്നതാണ്. അങ്ങനെ അച്ചൂത് ജാതി എന്ന് കരുതപ്പെടുന്നവരിൽ നിന്നും പിന്നെയും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ബൽഹാർ. അങ്ങനെ ബൽഹാർ ചമാറിൽ നിന്ന് കുറച്ച് ദൂരെ മാറി ആണ് ആ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. चमारों को यदि बल्हारों से काम लेना है तो तब वे जौहर से ही आवाज लगाते और उन्हें बुलाते हैं. അതായത് ചമാർ ജാതിക്ക് അവരിലും താഴേക്കിടയിലുള്ള വിഭാഗമല്ലേ ബൽഹാർ. അപ്പൊ ഇവർക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യമുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ട് പോവില്ല, ഈ ജോഹഡിൽ നിന്ന് ഇവർ വിളിച്ചു പറയും. അപ്പോൾ ആര് വരും, ബൽഹാർ വന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പോവാണ് പതിവ്. അല്ലാതെ ഇവരുമായിട്ട് എന്തില്ല, കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ ഇല്ല ഈ ബൽഹാർ ജാതിയുമായിട്ട്. अछूतों में अछूत बल्हार जाति का दुश्मन कोई और नहीं, उस गांव का चमार ही है. ഒരു വലിയൊരു വിരോധാഭാസം അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ആശ്ചര്യജനകമായ ഒരു കാര്യമാണ് ബൽഹാർ ജാതി. അതായത് അച്ചൂത്തരിൽ നിന്ന് വീണ്ടും അച്ചൂത്തായിട്ടുള്ള ഈ വിഭാഗത്തിന്റെ ദുഷ്മൻ, അവരുടെ നാശത്തിന് കാരണം ആരാണ്, ചമാർ ജാതിയാണ് എന്നുള്ള ഒരു മീൻസ് ചമാറും അച്ചൂത്താണ്, പക്ഷെ അവരിലും താഴേക്കിടയിലുള്ള ആ ഒരു വിഭാഗത്തോട് ഈ ചമാർ ജാതി ചെയ്യുന്ന ചൂഷണമാണ് എന്ത് ചെയ്യുന്നത് ഈ കഹാനിയിൽ കാണാൻ സാധിക്കുന്നത്. കഹാനി മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഹർ ജാതി ഇസിമേ ഖുഷ് ഹേ കി ഇസ്സേ നീച്ചേ ഭി കോയി ജാതി ഹേ. അതായത് എല്ലാ ജാതിക്കാർക്കും അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് നമ്മളിലും താഴെ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതിലവർ സന്തോഷിക്കുന്നു. കാരണം ഞങ്ങളേലും താഴേക്കിടയിലുള്ള നിർധനരായിട്ടുള്ള അച്ചൂത്തായിട്ടുള്ള ഒരു ജാതി, അവഗണിക്കപ്പെടുന്ന ഒരു ജാതി ഉണ്ടെങ്കിൽ അത് അവർ ഇഷ്ടപ്പെടുന്നു. അതേപോലെ അവരെ എന്ത് ചെയ്യുന്നു, അവരെ അനുഭവിക്കുന്ന രീതിയിൽ അവരെയും അവരെന്ത് ചെയ്യുന്നു, സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. കല്ലൻ ബൽഹാർ ഹെ. ഈ കഹാനിയിലെ മെയിൻ കഥാപാത്രം കല്ലനാണ്. കല്ലൻ ഒരു ബൽഹാർ ജാതിയിൽപ്പെടുന്ന ബൽഹാറാണ്. वो रेलवे में फिटर की नौकरी करता है. तो कल्लन जो है रेलवे में फिटर की नौकरी करता है. റെയിൽവേയിലാണ് ജോലി കല്ലന്. और वो रेलवे कॉलोनी में ही रहता है. അതായത് ഇവിടെ ജോഹട്ട് ഇവിടെയല്ല താമസിക്കുന്നത്, റെയിൽവേയിൽ ജോലി കിട്ടി കല്ലൻ കുടുംബത്തോടു കൂടി എവിടെയാണ് താമസിക്കുന്നത്, ദില്ലി ഷഹറിലാണ് താമസിക്കുന്നത്. उसकी पत्नी पढ़ी लिखी है, സസുർ ബി റെയിൽവേ മേ ഹി കാം കർത്തേ ഹെ. അതായത് കല്ലന്റെ ഭാര്യ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഭാര്യയുടെ കുടുംബം അതായത് ഭാര്യയുടെ അച്ഛനൊക്കെ റെയിൽവേയിൽ തന്നെ ജോലിയുള്ള ആളാണ്. വഹാ കെ ജീവൻ ശൈലി ഏകദം അലക് ഹെ. അവിടെ പട്ടണത്തിലുള്ള ജീവിത രീതി ഇവിടുത്തെ ജോഹട്ട് ഗാവിലുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഒരു പട്ടണ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ്. കല്ലൻ കല്യാണം കഴിച്ച് റെയിൽവേ ജോലിയുമായി ഫാമിലിയായി അവിടെ സെറ്റിൽഡ് ആണ്. കല്ലൻ ജബ് ഗാവ് ആത്താ ഹെ അപ്പനെ കോ അലഗ് മെഹസൂസ് കർത്താ ഹെ. കല്ലൻ ഇടയ്ക്ക് ഗ്രാമത്തിലേക്ക് വരും. ഗ്രാമത്തിൽ ആരുണ്ട്,
കുടുംബമുണ്ട്. അപ്പോൾ അച്ഛനും കുടുംബത്തിലെ അച്ഛനും തൻ്റെ ഒരു സഹോദരിയുമുണ്ട്, വിധവ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഒരു ബഹനുണ്ട്, ഒരു ബഡി ബഹനുണ്ട്. അച്ഛനും ചേച്ചിയും മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഗ്രാമത്തിൽ, ജോഹട്ട് ഗാവിലെ. അപ്പോഴേക്കും ഇടക്ക് ഗ്രാമത്തിൽ വരുന്ന സമയത്ത് ഇവര് ബൽഹാർ ജാതിയാണല്ലോ, അപ്പൊ മറ്റുള്ളവർ ഇവരെ അവഗണിക്കുന്നതൊക്കെ കാണുമ്പോഴും അത് സ്വയം കല്ലൻ ഇപ്പൊ റെയിൽവേയിൽ ജോലിയുണ്ട്, ശിക്ഷിതാണ്, നല്ല രീതിയിൽ ജീവിക്കുന്നു, എന്നിട്ട് പോലും കല്ലനോടൊക്കെ അവർ പെരുമാറുന്ന ഒരു രീതി, അതൊക്കെ കാണുമ്പോഴേക്കും കല്ലൻ എന്ത് തോന്നുമായിരുന്നു, മീൻസ് ഉനേ ജോ ഹെ അലഗ് മെഹസൂസ് കർത്തെ, എന്താണ് ഇതിങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. ഒരുപക്ഷെ കല്ലൻ വളർന്ന സാഹചര്യം അങ്ങനെ തന്നെയാണ്, എന്നാലും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോഴേ, കാരണം ഷഹറിൽ അങ്ങനെയല്ല, കുറെ നാളുകളായിട്ട് അയാൾ പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയല്ല. तो वो अपने बाप सुरजा से कहता है कि वो गांव छोड़कर उसके साथ रहने जाए. അപ്പോഴേക്കും എപ്പോഴും തന്നെ ഉസ്കാ പിതാക്ക നാം ജോ ഹെ സുർജ ഹെ, അപ്പൊ സുർജയോട് എപ്പോഴും പറയും എന്ത് ചെയ്യാൻ, ഈ ഗ്രാമമൊക്കെ ഉപേക്ഷിച്ച് പട്ടണത്തിലേക്ക് വരാൻ എപ്പോഴും ആരാവശ്യപ്പെടും, കല്ലൻ ആവശ്യപ്പെടും. ലേക്കിൻ പിതാ ഗാവ് ചോടിനേക്ക് ലിയെ തയ്യാർ നാ ഥേ, പക്ഷെ അച്ഛൻ ഒരിക്കലും ഗ്രാമം വിട്ടു പോരാൻ തയ്യാറല്ലായിരുന്നു. ഇവിടെ ഒരുപക്ഷെ ദളിതരിലും അങ്ങനെ അത്യാവശ്യം കുറെ ആളുകൾ പറയുന്ന വേറൊരു പ്രശ്നം അതാണ്. പ്രശ്നമല്ല, അവരത്രയും ഒരുപക്ഷെ ഒരു ജനറേഷനിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിരിക്കാം. അവരെത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും, എത്ര അവഗണന അപമാനിക്കൽ നേരിടേണ്ടി വന്നാലും അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവർ ജീവിച്ച സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ, അല്ല അവിടെ തന്നെ ജീവിക്കാനും അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ, മരിക്കാനൊക്കെ ആഗ്രഹിക്കും. അപ്പൊ സുർജയോട് കുറെ പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും സുർജ വരാൻ കൂട്ടാക്കിയില്ല. इसलिए पिता की आशा समझकर वे गांव में घर बनाने का निर्णय लेता है. അപ്പൊ അച്ഛന്റെ ആഗ്രഹം അതായിരുന്നു, ഇവിടെ നല്ലൊരു വീട് വെച്ച് ഇവിടെ തന്നെ മരിക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അച്ഛന്റെ ആഗ്രഹം അനുസരിച്ച് എന്ത് ചെയ്യാം, അച്ഛൻ സുഖമായി വാർദ്ധക്യത്തിൽ ജീവിക്കട്ടെ എന്നോർത്ത് എന്ത് ചെയ്തു, കല്ലൻ ഒരു വീട് ഗ്രാമത്തിലെ വെച്ചു കൊടുക്കാം, അച്ഛന് നല്ലൊരു വീട്, വാർത്ത ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് ആര് തീരുമാനിച്ചു, കല്ലൻ തീരുമാനിച്ചു. മക്കാൻ ബനാനേക്ക് സാരി തയ്യാറിയാൻ കർണയിലേക്ക്, അങ്ങനെ വീട് വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായി, അതായത് വീട് പണിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇറക്കി അങ്ങനെ പണി ആരംഭിക്കാനുള്ള സൂചനയൊക്കെ എല്ലാവർക്കും കിട്ടിത്തുടങ്ങി. സുർജ ഗാവ് കെ ഹർ മിസ്ട്രി കെ ബാത് കർണേ പർ ഭി ബാത് പക്കി നാ ഹുയി. അങ്ങനെയൊക്കെ കല്ലന്റെ കയ്യിൽ അത്യാവശ്യം അത്യാവശ്യം ഒരു വീട് വെക്കാനുള്ള പൈസയും എല്ലാം ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഇത് ഈ ജോലി ഒരു മിസ്ത്രിയെ ഏൽപ്പിക്കാൻ വേണ്ടി ആരെയാണ്, സുർജയോടാണ് കല്ലൻ പറയുന്നത്. അങ്ങനെ സുർജ ആ പട്ടണത്തിലുള്ള അവിടെയുള്ള ആ ഏരിയയിലുള്ള മുഹല്ലയിലുള്ള എല്ലാ മിസ്ത്രിയെയും പോയി കാണും, ഒരു വീട് വെക്കണ കാര്യം അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യും. പക്ഷെ ആരും എന്ത് ചെയ്യില്ല, ഒരു ബൽഹാർ ജാതിയിലുള്ള ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ ഒരു മിസ്ത്രിയും തയ്യാറാവില്ല. അവർ ഓരോ ഒഴിവുകൾ പറഞ്ഞ് അവഗണിച്ചു വിടാൻ തുടങ്ങി. സുർജ പക്കാ മക്കാൻ ബന്നേ കാ ഖബർ പൂരി ഗാവ് ബർ ജൽദി ഫൈൽ ഗയി. അതായത് ഒരു ബൽഹാർ ജാതിയിലുള്ള സുർജ എന്ത് ചെയ്യാൻ പോകുന്ന, ഒരു പക്കാ മക്കാൻ, അതായത് ഒരു നല്ല വാർത്ത വീട്, കാരണം അതിന്റെ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അത് പണിയാനുള്ള എല്ലാ സാധനങ്ങളും കല്ലും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു ബൽഹാർ ജാതിയിലുള്ള സുർജ പക്കാ മക്കാൻ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത തീ പോലെ ആളിപ്പിടിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ പ്രതിഷേധമായിട്ട് വന്നു, അത് മുടക്കാൻ ശ്രമിച്ചു. സബി ലോകോനെ ഈർഷ്യ ഓർ ദ്വേഷ കാ കാരൺ ബനി. ഒരു പരിധിവരെ അതൊക്കെ ഈർഷ്യയായിരുന്നു, അസൂയയായിരുന്നു എല്ലാവർക്കും. गांव प्रधान और अन्य संपन्न चमारों सुरजा के मकान बनाने का मकान बनने का निर्णय जानते हैं. അങ്ങനെ അവിടുത്തെ ഗ്രാമത്തിലുള്ള പ്രമുഖനും മറ്റെല്ലാ സമ്പന്ന വിഭാഗവും, സമ്പന്ന ചമാറുണ്ട്, ചമാറിലും സമ്പന്നായിട്ടുള്ള വിഭാഗം, അങ്ങനെയുള്ളവരൊക്കെ ആരെ വന്ന് കാണുന്നു, സുർജയെ വന്ന് കണ്ടു, അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറയുന്നു. मकान की कार्यवाही के लिए अपनी 7 पत्नी सरोज और 10 साल की लड़की सलोमी को भी साथ ले लिया. അങ്ങനെ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, മുടക്കാൻ ശ്രമിക്കുന്നു. ആരും മീൻസ് ഒരു പണിക്കാരെ വിടുന്നില്ല ആരും. അങ്ങനെ പല പ്രശ്നങ്ങൾ സുർജ നേരിട്ടേണ്ടിയിരുന്നു. അങ്ങനെ കല്ലൻ പട്ടണത്തിൽ നിന്ന്
ഗ്രാമത്തിലേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് തൻ്റെ ഭാര്യ ഭാര്യ സരോജിനെയും തൻ്റെ മകളെ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി സലോമിയെയും കൊണ്ടാണ് ഗ്രാമത്തിൽ വന്നിരിക്കുന്നത്. അവരെയായിട്ട് വന്ന് നിന്ന് വീടൊക്കെ വെക്കാനുള്ള ഒരു രീതിയിലാണ് കല്ലൻ വരുന്നത്. लेकिन गांव की परिस्थितियां और वातावरण से दोनों मानसिक और शारीरिक रूप से थकावट महसूस होने लगी. പക്ഷേ ഭാര്യയും മകളും രണ്ടുപേരും ജീവിച്ച സാഹചര്യം വേറെയാണ്. അവർ പട്ടണത്തിൽ ജീവിക്കുന്നതാണ്. അപ്പൊ അവര് ഈ ബൽഹാർ കുടുംബത്തിലേക്ക് വന്നപ്പോൾ അവർ മാനസികമായിട്ടും സമൂഹത്തിൽ നിന്ന് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒപ്പം ശാരീരികമായും അവർക്ക് അസ്വാസ്ഥ്യങ്ങൾ നേരിടാൻ തുടങ്ങി. കാരണം ബൽഹാർ അവർ ജീവിക്കുന്ന ചുറ്റുപാട് അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ഭാര്യയും മകൾക്കും ശാരീരിക അസ്വാസ്ഥ്യം നേരിടാൻ തുടങ്ങി ആ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട്. മീൻസ് ആ ചുറ്റുപാടിൽ നിന്ന് പലതരം ശാരീരികമായ ബുദ്ധിമുട്ട്, അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങി. എങ്കിലും കല്ലൻ അവരെ നിർബന്ധിച്ച് നിർത്തുവാണ്. അച്ഛനോട് കൂടി നിന്ന് വീടൊക്കെ വെച്ചു കൊടുത്ത് അച്ഛനെ സന്തോഷമാക്കിയിട്ട് നമുക്ക് തിരിച്ച് പട്ടണത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതിനിടയിൽ വീട് പണി മുടക്കിക്കൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്നു. कल्लन नई घर बनाने को भुलाकर मकान का निर्माण बंद करने की आज्ञा दी. അതായത് കല്ലനെ എന്ത് ചെയ്തു, സോറി ആ സെന്റൻസിൽ ഒരു ചെറിയ തെറ്റുണ്ട്. കല്ലൻ കോ മക്കാൻ നിർമാൺ ബന്ദ് കർണേക്ക് ആജ്ഞ ദിയ. അതായത് കല്ലൻ എന്ത് കൊടുത്തു, വീട് പണി നിർത്തിവെക്കാനുള്ള ആജ്ഞ കൊടുത്തു. ഇതർ സലോമി കാ ബുഖാർ തീവ്ര ഹോനെ ലഗി. അപ്പോഴേക്കും ഇവിടെ എന്ത് ചെയ്തു, അങ്ങനെ ഓരോ ദിവസവും കല്ലൻ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു, അതിനെയും തരണം ചെയ്യാൻ നോക്കുന്നു. പക്ഷെ അപ്പോഴേക്കും സലോമി 10 വയസ്സുള്ള പെൺകുട്ടി, അവൾക്ക് വയ്യാതാവുന്നു. അസുഖ ബുഖാർ, പനി, അവളുടെ ശാരീരികമായ അവൾ വയ്യാതായി തുടങ്ങുന്നു, പനി കൂടുന്നു അവൾക്ക്. കല്ലൻ ഉസേലേക്കർ ഷഹർ ഉജിത് വക്ത് ഇലാജ് നാ ദേശക. അത് ചെയ്തു, അവളെയും കൊണ്ട് പട്ടണത്തിലേക്ക്, ഇവിടെ ഹോസ്പിറ്റലുകളൊന്നുമില്ല, ശരിയായ ചികിത്സാ കേന്ദ്രങ്ങളൊന്നുമില്ല, പക്ഷെ പട്ടണം വരെ പോണം ഇനി. അങ്ങനെ പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുഞ്ഞിനെയും എടുത്ത് സരോജവും കല്ലനും ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതിന് എങ്ങനെയെങ്കിലും പട്ടണത്തിൽ എത്തിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ പട്ടണത്തിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിനു വേണ്ടി ആരും എന്ത് കൊടുക്കില്ല, അവിടെ ബൈൽഗാഡിയൊക്കെ ഉള്ളൂ, പക്ഷെ ആരും ബൈൽഗാഡി കൊടുക്കാൻ തയ്യാറാവില്ല. അങ്ങനെ കല്ലനും സരോജവും എന്ത് ചെയ്യും, കുഞ്ഞിനെ താങ്ങിപ്പിടിച്ച് തന്നെ നടന്നു. കുഞ്ഞിന്റെ അവസ്ഥ ഓരോ നിമിഷം തോറും വഷളായിക്കൊണ്ടിരിക്കും. ഒരു ജാതിയിൽ ആരും സവർണ പോയിട്ട് അച്ഛൂത് ജാതിയിലുള്ളവർ പോലും എന്ത് ചെയ്യില്ല, ഇവർക്ക് വേണ്ടി ബൈൽഗാഡി കൊടുക്കില്ല. और बैलगाड़ी देने के लिए कोई तैयार ना हुई. बैलगाड़ी ना मिलने की वजह या ठीक समय पर ചികിത്സ ना मिलने के कारण रास्ता में ही बेटी की निधन हुई. അതായത് വാഹന സൗകര്യമില്ലാതെ, ചികിത്സ ലഭിക്കാതെ ആ കുട്ടി വഴിയിൽ വെച്ച് തന്നെ എന്ത് ചെയ്തു, കല്ലന്റെ തോളത്ത് കിടന്ന് ആ കുട്ടി മരിച്ചു. കുറെ നടന്നു കഴിയുമ്പോഴാണ് കല്ലനും സരോജവും അറിയുന്നത് അവർ ചുമന്നുകൊണ്ട് പോകുന്നത് എന്തിനെയാണെന്ന്. തന്റെ മരിച്ച കുഞ്ഞിന്റെ ശവമാണ് ഇവർ ചുമന്ന് മുന്നോട്ട് പോകുന്നതെന്ന് വളരെ വൈകിയാണ് അച്ഛനും അമ്മയും തിരിച്ചറിയുന്നത്. അവരെന്നിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നു, ഇനി പട്ടണത്തിലേക്ക് ഇനിയും ദീർഘദൂര യാത്രയുണ്ട്. അവർ വെറുക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ മകളുടെ മരണത്തിന് കാരണമായ ഈ ഗ്രാമത്തിലേക്ക് അവർ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്ന സമയത്തും എന്താണ്, ആ കുഞ്ഞിന്റെ അന്ത്യസംസ്കാര ചടങ്ങിൽ പോലും ആരും പങ്കെടുക്കുന്നില്ല. കാരണം അവര് ബൽഹാർ ജാതിയാണ്. അവിടെ അപ്പുറത്തുള്ള, അതിൽ നിന്ന് തൊട്ട് മേളിലുള്ള ചൂത്ത് ജാതിയിലുള്ള ചമാറ് പോലും എന്ത് ചെയ്യുന്നില്ല, ഈ കുഞ്ഞിന്റെ ശവയാത്രയില് അല്ലെങ്കിൽ അന്ത്യസംസ്കാരത്തിലേക്കുള്ള ആ ഒരു ശവയാത്ര പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ആരും പങ്കെടുക്കുന്നില്ല. ദൂരെ മാറി നിന്ന് ഈ കുഞ്ഞിനെ നോക്കുകയാണ് എല്ലാവരും. അത് കാണുമ്പോഴേക്കും, അത് കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ത്രീകളിൽ പലരുടെയും കണ്ണ് നനയുന്ന ഒരു കാഴ്ചയോടുകൂടിയാണ് ആ കഥ അവസാനിക്കുന്നത്. കഥ ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. ഭാരതീയ ജാതി വ്യവസ്ഥയ്ക്ക് ജടിലത, നമ്മുടെ ജാതി വ്യവസ്ഥയുടെ ഇങ്ങനെ ഒരു ജടിലത, ഏറ്റവും താഴെ പിന്നെയും താഴേക്കിടയിലുള്ള ആളുകളോട് ചെയ്യുന്ന ഈ ക്രൂരത, അങ്ങനെ ഒരുപാട് ഇഷ്യൂസിനെയാണ് ഈ കഹാനി പ്രതിനിധാനം ചെയ്യുന്നത്. ദളിത് സമുദായിക്ക് ആന്തരിക് ഭേദഭാവ് ഓർ ശോഷൺ. അതായത് ദളിതരാണ്, അവരെല്ലാവരും സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെടുന്ന വിഭാഗമാണ്. അവരുടെ ഇടയിലും ഒന്നും കൂടി എന്ത് വരുന്നേക്ക്, ഭേദഭാവ് വരുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നത്, സംഘടിച്ചാണ് നിൽക്കേണ്ടത്. അവരുടെ നേരെ വരുന്ന
ചൂഷണങ്ങൾക്കെതിരെ അവരെന്ത് ചെയ്യണം? അവർ സംഘടിച്ച് നിന്നാൽ മാത്രമേ അവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുകയുള്ളൂ. ആ സമയത്ത് അവരുടെ ആന്തരിക് ഭേദഭാവം, അവരുടെ ഉള്ളിൽ വീണ്ടും പലതരം പിരിവുകളും വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അവരുടെ കൂടി സ്ഥിതിയാണ് ഒന്നും കൂടി മോശമാകുന്നത് എന്നുള്ള ഒരു കാര്യം ആര് ചിന്തിക്കുന്നില്ല? ഓരോ ദളിതനും ചിന്തിക്കുന്നില്ല. ബുനിയാദി സുവിധാം കെ അഭാവ്, അതിപ്പോ ബൽഹാർ ജാതി ആണെങ്കിലും ചമാർ ജാതി ആണെങ്കിലും അവർക്ക് എന്തില്ല? ബുനിയാദി ബേസിക് ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല എന്നാണ് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാകുന്നത്. ഒരു ഹോസ്പിറ്റൽ ഇല്ല, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു വണ്ടി ഇല്ല അവർക്ക്. പിന്നെ ഉള്ളത് ബൈൽഗാഡിയാണ്. ബൈൽഗാഡി എത്ര നേരം കൊണ്ട് അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും? അതും ആ ഒരു കുഞ്ഞിന് ആറ്റ്മോസ്ഫിയറുമായി പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ എന്തോരം ബദ്ബു, എന്തോരം ഒട്ടും സേഫ് അല്ലാത്തൊരു ചുറ്റുപാടിലാണ് അവർ ജീവിക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് ഈ കഹാനി നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. പീഡിതർ സംഘർഷം, പിന്നെ ഒരു ജനറേഷനിലുള്ള ഒരു ഇഷ്യൂ. അതായത് കല്ലൻ വിദ്യാഭ്യാസം നേടുന്നു, കല്ലൻ ജോലി ചെയ്യുന്നു, പട്ടണത്തിൽ പോയി ജീവിക്കുന്നു. പക്ഷെ അതിന് സൂർജ തയ്യാറാവുന്നില്ല. അതൊരു ജനറേഷനിലുള്ള ഒരു ഇഷ്യൂ ആണ്. അവരെന്ത് ചെയ്യുന്നു? തൻ്റെ നിയതി, ഇതെന്റെ ഞാൻ ജനിച്ചത് ബൽഹാർ ജാതിയാണ്, അപ്പോ ചമാർ ജാതി എന്നോട് ഇങ്ങനെ ചെയ്യും, അത് എൻ്റെ വിധി എന്ന് പറഞ്ഞ് അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു സൗകര്യവും ജീവിത സൗകര്യങ്ങൾ വേണമെന്ന് ആരാഗ്രഹിക്കുന്നില്ല? സൂർജ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വീട്. പക്ഷെ എന്നാലും അത് നടക്കില്ല, ഒരിക്കലും ഒരു ചമാർ ജാതിക്ക് നടക്കില്ല. പക്ഷെ അത് മനസ്സിലാക്കി പോലും എന്ത് ചെയ്യാൻ? ഈ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് പുറത്തു ചാടാൻ ആര് തയ്യാറാവില്ല? സൂർജയെ പോലെയുള്ള ഇത്തിരി മുതിർന്ന പൗരന്മാര് തയ്യാറാവില്ല. ഒരു വിദ്രോഹ അഭാവ്, അവിടെ എന്ത് ചെയ്യുന്നില്ല? വീട് വെച്ച് തരില്ലെന്നൊരു മിസ്ത്രി പറയുന്ന സമയത്ത് കരഞ്ഞു പോകുന്ന, സങ്കടപ്പെടുന്ന, മനസ്സ് തകരുന്ന ആരെയാണ്? സൂർജയെയാണ് കാണുന്നത്. എന്നാ വീട് വേണ്ട നമുക്ക്, നീ വീട് പണിയാൻ വേണ്ടി ഇറക്കിയ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞ് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാണ് ആരൊതുങ്ങുന്നത്? സൂർജ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെയൊക്കെ അവർ പറഞ്ഞതനുസരിച്ച് മാറ്റിവെച്ചുകൊണ്ട് പണ്ടത്തെ ജീവിതം ജീവിക്കാൻ സൂർജ തയ്യാറാവുന്നു. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാനുള്ള ശക്തി ആർക്ക് വേണം? ഓരോ അച്ഛൂത് ജാതിക്കും വേണമെന്നൊരു സന്ദേശമാണ് ഈ കഹാനി കൊടുക്കുന്നത്. പുത്ര ഓർ പിതാ ദോനോ ഭൂമിക നിഭാനെ മേ അസമർത്ഥ കല്ലൻ. കല്ലൻ കഹാനിയുടെ കേന്ദ്ര കഥാപാത്രമാണ്. ഒരേ സമയം തന്നെ ഒരു മകൻ എന്ന നിലയിലും ഒരച്ഛൻ എന്ന നിലയിലും കല്ലൻ ഒരു പരാജയമായി മാറുകയാണ്. തൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഒരു വീട്, ഇതിനോടൊപ്പം തന്നെ തൻ്റെ മകളെ ആർക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല? കല്ലനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. अगला कहानी का नाम है बदबू। वो सूरजपाल चौहान की कहानी है। सूरजपाल चौहान के बारे में कहे तो उनकी जन्म सन 1955 को अलीगढ़ में हुआ था। अब तक इनकी कई कृतियां प्रकाशित हो चुकी है। प्रयास, बच्चे बच्चे किस्से, हारी कब आएगा, तिरस्कृत, संदप्त आदि उनके प्रसिद्ध रचनाएं हैं। आपकी कहानियों में भारतीय समाज व्यवस्था के उतावलेपन, व्यवस्था परिवर्तन, सामाजिक समानता, जातीय संकीर्णता, सवर्ण मानसिकता, रूढ़ियां, ब्राह्मणवाद का दोहरा चरित्र, दलित स्त्री की अस्मिता आदि का वर्णन मिलते हैं। बदबू कहानी के बारे में कहे तो ये कहानी दलित जीवन की दशा और रूप पर अधिक ध्यान केंद्रित किया है। संतोष अपनी कस्बे के दलित परिवार की पहली लड़की थी जिसने इंटर कॉलेज की परीक्षा 70% में पास की थी। ഈ കഹാനിയിലെ കേന്ദ്ര കഥാപാത്രം സന്തോഷ് എന്ന് പറഞ്ഞ ലടുക്കിയാണ്. അതായത് ഒരു ദളിത് പരിവാറിലാണ് സന്തോഷിന്റെ ജന്മം. അവളുടെ ഒരു ദളിത് മൊഹല്ല അല്ലെങ്കിൽ ദളിത് ജാതിയിൽ നിന്ന് ഇന്റർ കോളേജ് പരീക്ഷയിലെ ഒരുപാട് ഉയർന്ന മാർക്ക് വാങ്ങി ജയിക്കുന്ന, അല്ലെങ്കിൽ 70% കൂടുതൽ മാർക്ക് വാങ്ങി ജയിക്കുന്ന ആദ്യത്തെ ദളിത് ലടുക്കിയായിരുന്നു ആര്? സന്തോഷ് എന്ന് പറയുന്നത്.
പഠിക്കാൻ എന്താണ് ഒരുപാട് പഠിക്കാൻ ഒരുപാട് താല്പര്യമുള്ള സന്തോഷ് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും എന്ത് ചെയ്തു പഠനം മുന്നോട്ട് കൊണ്ടുപോയി. അവൾ എന്ത് ചെയ്തു പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി. उसके साथ पढ़ी अन्य सवर्ण लड़कियां उच्च शिक्षा पाने में शहर गई. അവളുടെ കൂടെ ക്ലാസ്സിലിരുന്ന് പഠിച്ച സവർണ ജാതിയിൽപ്പെട്ട ഒരുപാട് ലടുക്കികൾ എന്ത് ചെയ്തു, അവരുടെ പഠനത്തിന് ശേഷം അവർ മറ്റു കോളേജുകളിൽ പോയി, പട്ടണത്തിലെ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. അവരുടെ പുനർപഠനം അല്ലെങ്കിൽ അവരുടെ പുനർവിദ്യാഭ്യാസം ആരംഭിച്ചു. संतोष भी आगे पढ़ना चाहती है लेकिन पिता और परिवार वालों उसकी शादी के लिए उतावलेपन में है. സന്തോഷിനും തൻ്റെ സുഹൃത്തുക്കളെ പോലെ എന്ത് ചെയ്യണം, മുന്നോട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവളുടെ അച്ഛനും കുടുംബത്തിലുള്ള ആളുകളും അവളെ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള ഒരു തിരക്കിലായിരുന്നു. पढ़ी लिखी होने के कारण हरिजन परिवार से संतोष को वर मिलने में तकलीफ हुई. അതായത് പഠിലിഖി ആയതുകൊണ്ട്, അതായത് വിദ്യാഭ്യാസം നേടിയ ഒരു പെൺകുട്ടിയെ ദളിത് സമൂഹത്തിൽ എന്താണ് അത് വളരെ മോശമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം പഠിലിഖി ആയതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ, അവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതായത് പഠിലിഖി ആകുമ്പോഴേക്കും അവൾ കൂടുതലും തൻ്റെ അധികാരങ്ങളെ കുറിച്ചും കൂടുതൽ ജാഗ്രത ഉണ്ടാവും അവൾക്ക്. അതുകൊണ്ട് തന്നെ പഠിലിഖി ലടുക്കിയെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ദളിത് സമൂഹത്തിൽ ഒരു കുറ്റകരമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹരിജൻ കുടുംബത്തിൽ നിന്ന് ഒരു വരനെ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. അവസാനം അവളെ ഇത്രയും വരെയെങ്കിലും പഠിപ്പിച്ചതിൽ അച്ഛനും കുടുംബവും എന്ത് ചെയ്യാൻ തുടങ്ങി, ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങി. കാരണം വിദ്യാഭ്യാസം നേടി ഉയർന്ന മാർക്കോടുകൂടി ജയിച്ചു എന്നൊരു തെറ്റു മാത്രമേ ആര് ചെയ്തിട്ടുള്ളൂ, സന്തോഷ് ചെയ്തിട്ടുള്ളൂ. അന്തമേ നവീൻ ഫെയിൽ ഹോനെ വാലെ രജിന്ദർ സെ ഉസ്കാ വിവാഹ തയ കിയ. അങ്ങനെ ഒരുപാട് കല്യാണാലോചനകളൊക്കെ നോക്കി അവസാനം 9ാം ക്ലാസ് തോറ്റ രജിന്ദറുമായിട്ട് അവളുടെ വിവാഹം നിശ്ചയിച്ചു. രജിന്ദർ ദില്ലി മേ MCD മേ സഫായി കർമ്മചാരി കാ കാം കർത്താ താ. അതായത് അവിടെ എന്ത് ചെയ്തു, ദില്ലിയിലെ MCDയിൽ ക്ലീനിങ് ജോലി ചെയ്യുന്ന ആളായിരുന്നു രജിന്ദർ. संतोष ने अपनी असहमति बार बार प्रकट की. ആ കല്യാണത്തിനോട് തനിക്ക് ഒരുപാട് അസഹമതി മീൻസ് താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചു. എനിക്കിപ്പോൾ കല്യാണം കഴിക്കേണ്ട, പഠനം തുടരണം എന്നൊക്കെ പറഞ്ഞു. അതും എന്താണ്, വിദ്യാഭ്യാസത്തിന്റെ ഒട്ടും പ്രാധാന്യം മഹത്വം അറിയാത്തൊരു കുടുംബത്തിലേക്ക് പോകുന്നതിലൊക്കെ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരൊന്നും അത് കാര്യമാക്കിയില്ല. संतोष के पिता हरिजन थे किंतु सफाई कर्मचारी का काम नहीं किया था. അതായത് സന്തോഷിന്റെ അച്ഛനും ഹരിജൻ നമ്മൾ പറഞ്ഞല്ലോ ദളിതിൽ തന്നെ അങ്ങനെ പരിഗണിക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ദളിതിന് തന്നെ അതിന് ഈക്വൽ തന്നെയാണ് ഹരിജൻ. അപ്പൊ സന്തോഷിന്റെ അച്ഛനും ഹരിജൻ ആയിരുന്നു. സന്തോഷും ഒരു ഹരിജൻ കുടുംബമാണ്. പക്ഷെ ഒരിക്കലും അച്ഛൻ എന്ത് ജോലിക്ക് പോയിട്ടില്ല, ഇങ്ങനെ വൃത്തിയാക്കുന്ന ക്ലീനിങ് ജോലിക്കൊന്നും പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സഫായി കുടുംബത്തിലേക്ക്, അങ്ങനെ അതാണ് രജിന്ദറിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഈ ക്ലീനിങ് ജോലിയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ജോലി, അങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് അവൾക്ക് സങ്കല്പിക്കുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ അവളുടെ അച്ഛനും ഹരിജനാണ്, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, സഫായി ക്ലീനിങ് ജോലിയൊന്നും ചെയ്തിട്ടില്ല. നാഹി ഗർക്കെ കൊയ് ബി ഇസ് കാം നഹി കിയാത്ത. വീട്ടിലുള്ള ആരും അങ്ങനെ ക്ലീനിങ് ജോലി ചെയ്തു വന്നിട്ടില്ല ആരും. അതുകൊണ്ടും ആ ഒരു സാഹചര്യവുമായി അവൾക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റില്ലെന്ന് അവൾക്കറിയായിരുന്നു. സസുരാൽ ഉസ്കോ മൈല കമാനെ കെ ലിയെ ജാനെ പടാ. അങ്ങനെ അവൾ എന്ത് ചെയ്തു, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. കാരണം ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, രജിന്ദറിന് ക്ലീനിങ് ജോലിയാണ്. അതേപോലെ തന്നെ അമ്മയ്ക്കും എന്ത് ജോലി തന്നെയാണ്, ക്ലീനിങ് ജോലി തന്നെയാണ്. പക്ഷേ കല്യാണം കഴിച്ചു അവിടെ ചെന്നു. വളരെ കുറച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ അവൾക്ക് അമ്മയോടുകൂടി എന്ത് ചെയ്യേണ്ടി വന്നു, വേസ്റ്റ് എടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നു. സാസ് ഉസെ കാമേ ഢക്കേൽക്കർ ലഗാത്തി ഹെ. അതായത് അവൾക്ക് താല്പര്യമില്ല, അവളുടെ അനുവാദം ചോദിച്ചിട്ടല്ല, പക്ഷെ അവളെ നിർബന്ധിച്ചുകൊണ്ട് ആ ജോലിക്ക് കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവളെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. ഉസ്കി സൽവാർ ഓർ ശരീർ മേ ഗന്ദഗി ചിട്ടക് ഗയി. അപ്പോഴേക്കും ഈ അഴുക്കെടുക്കുന്ന സമയത്ത്
അഴുക്ക് വെള്ളം എടുക്കുന്ന സമയത്ത് എല്ലാ വീടുകളിൽ നിന്നും വേസ്റ്റ് വെള്ളം എടുക്കുമ്പോഴേക്കും അവളുടെ ഉടുപ്പിലും ദേഹത്തൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, ഈ അഴുക്കുള്ള വെള്ളം, ദുർഗന്ധം മണക്കുന്ന വെള്ളം അവളുടെ സൽവാറിലും അവളുടെ ദേഹത്തൊക്കെ തെറിക്കുമായിരുന്നു. ആദിസെ ജ്യാദ ഗീലി ഹോ ഗയി, അവള് ഒരു അതായത് തൻ്റെ അമ്മായിയമ്മയുടെ കൂടെ, സാസിന്റെ കൂടെ ജോലിക്ക് ചെന്ന് ഒരു പകുതി ആവുമ്പോഴേക്കും അവളുടെ ശരീരം ഈ അഴുക്ക് വെള്ളം കൊണ്ട് നിറയും, മീൻസ് ഗീലി, നനഞ്ഞു പോകുമായിരുന്നു. ഗർ ഓർ വാതാവരൺ ഗന്ദീലിത്ത, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. നിർബന്ധിതമായി ആ ജോലിക്ക് അവൾ പോകേണ്ടി വന്നു. തിരിച്ചു വന്നാലും വീടിന്റെ ഒരു ചുറ്റുപാടും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഗന്ദീലി വാതാവരണിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. കുത്തേ ഓർ സുവറോം കെ കുത്തെ ഓർ സുവരോം കെ ആവാസ സെ സന്തോഷ് കി ഉപകാവും ഹോനെ പട, അതായത് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്തും എന്താണ് ആ ചുറ്റും നായ്ക്കുട്ടികളും പന്നികളും അവരുടെയൊക്കെ അലർച്ച സൗണ്ടൊക്കെ പലപ്പോഴും, അതും ഈ ക്ലീനിങ് ജോലി ചെയ്ത് തിരിച്ചു വന്നതും കൊണ്ടും ഭക്ഷണം എടുക്കുന്ന സമയത്ത് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, അത് ഇറക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. സന്തോഷ് കെ പ്രതിരോധ കാമേ നാ ആയി, പക്ഷെ സന്തോഷ് ഒരുപാട് അതിനെതിരെ ഞാൻ ആ ജോലിക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തൻ്റെ എന്ത് ചെയ്തു, അവള് പ്രതികരിച്ചെങ്കിലും അതൊന്നും അവിടെ നടപടിയായില്ല. നാ പതി ഓർ ന സാസ് ഉസ്കി ബാത്തെ സുനി, ഭർത്താവോ സാസോ ആരും പറഞ്ഞു കേട്ടില്ല. കാരണം ഇനി ഈ ജോലി സാസ് ഇല്ലാതാവുമ്പോൾ, സാസിന്റെ മരണത്തിന് ശേഷം നീയാണ് ഈ ജോലി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നിർബന്ധിതമായി അവളെ എന്ത് ചെയ്യായിരുന്നു, ആ ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഓരോരുത്തരെ എന്ത് ചെയ്യുന്ന സമയം, ഇവളെ പരിചയപ്പെടുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും അവരിൽ പലർക്കും ഒരുപക്ഷെ കുറച്ച് സഹാനുഭൂതിയൊക്കെ ഇവളോട് തോന്നുമായിരുന്നു. പക്ഷെ അതുപോലും രജിന്ദറോ അമ്മയോ ആരും മനസ്സിലാക്കിയിരുന്നില്ല. ഇവളുടെ ആഗ്രഹമോ ഇവളുടെ മാനസികാവസ്ഥയോ അവരാരും മനസ്സിലാക്കാൻ തയ്യാറായിരുന്നില്ല. മൽമൂത്ര സെ ഭരെ ടോക്കരിയും കൊ ലേക്കർ മുഹല്ലെ ബാർ ഭടക്നാ പട, അതായത് ഗന്ദീലി പാനിയാണ്, അതൊക്കെ ചുമന്ന് മലമൂത്രമൊക്കെ നിറഞ്ഞ ടോക്കരി ചുമന്നുകൊണ്ട് എന്താണ് എല്ലാ വീടുകളും ഈ പട്ടണങ്ങളിലും മുഹല്ലകളിലും മുഴുവൻ ഇവൾക്ക് നടക്കേണ്ടി വന്നു. ഗർക്കി ബി സബി ചീസെ ഉനെ മൽമൂത്ര കി ടോക്കരിയാം നസറായി, അതായത് വീട്ടിൽ തിരിച്ചു വന്നാലും ഉറക്കത്തിലാണെങ്കിലും ഭക്ഷണം എടുക്കുമ്പോഴും അവളുടെ മനസ്സിലെ മൽമൂത്രസെ ഭരി ടോക്കരിയാം നസറായി, അഴുക്ക് കൊണ്ട് നിറഞ്ഞ കുട്ടകളാണ് അവളുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. ഏക് ദിൻ ഉസ്കാ ബഡാ ഭയ്യ ഉസെ ദേഖ്നെ കെ ലിയെ ഘർ പർ ആയി, ഒരു ദിവസം അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ ഭയ്യ അവളെ വീട്ടിൽ കാണാൻ വേണ്ടി വന്നു സസുരാലില്. ഭയ്യ സെ കുച്ച് ബി കെഹനെ കാ മൻ നാ ഹുയി, അവൾക്ക് മനസ്സിൽ തൻ്റെ ഒരു അവസ്ഥ കൊണ്ട് അവൾക്ക് എന്ത് ചെയ്തു, തൻ്റെ ഭയ്യയോട് പോലും ഒന്നും പറയാൻ തോന്നിയില്ല. കാരണം അത്രയ്ക്ക് ദേഷ്യവും അമർഷവും അവൾക്കുണ്ടായിരുന്നു അവളുടെ സ്ഥിതിയോട്. സാസിനെ ഉന്നെ തറ സാസാ ഭോജൻ കിലായ, ആ ദിവസം ഭയ്യ വീട്ടിൽ വന്ന ദിവസം എന്ത് ചെയ്തു, സാസ് അമ്മ എന്ത് ചെയ്തു, പലതരത്തിലുള്ള പലഹാരങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വിളമ്പി ആർക്ക് കൊടുത്തു, ഭയ്യക്ക് കൊടുത്തു. ഭയ്യ ദേക്കർ ഖുഷ് ഹോ ഗയി, ഭയ്യ ഇത് കണ്ടപ്പോൾ സന്തോഷമായി. കാരണം എൻ്റെ സഹോദരി എത്രയും മീൻസ് അവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കാം, പക്ഷെ എന്നാലും അവൾക്ക് ഭക്ഷണം കിട്ടുമല്ലോ. കാരണം ഇത്രയും വിഭവസമൃദ്ധമായ രീതിയിലാണ് ഭക്ഷണം വെക്കുന്ന ഒരു കുടുംബത്തിലേക്ക് അവളെ പറഞ്ഞു വിടാൻ സാധിച്ചതിൽ സ്വയം ഭായിക്ക് അഭിമാനം തോന്നി. പക്ഷെ അവളവിടെ വന്നിട്ട് കാണാത്ത രീതിയിലാണ് അന്ന് എന്ത് ചെയ്യുന്നത്, ഭക്ഷണമൊക്കെ റെഡിയാക്കിയത്. അല്ലെങ്കിൽ ഒന്നും നല്ല ഭക്ഷണമൊന്നും അവൾക്ക് അവിടെ കിട്ടിയിരുന്നില്ല. നല്ല ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടല്ലായിരുന്നു അവർക്ക്. പക്ഷെ ഭയ്യ വന്ന സമയത്ത് അത് എന്ത് ചെയ്തു, അങ്ങനെ ഭക്ഷണം കൊടുത്തപ്പോഴേക്കും ഭയ്യ ഒരുപാട് സന്തോഷിച്ചു. തൻ്റെ സഹോദരിയെ ഒന്നുമില്ലെങ്കിലും ഭക്ഷണം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു കുടുംബത്തിലേക്കാണല്ലോ വിട്ടതെന്നോർത്തും സാസിന്റെയും രജിന്ദറിന്റെയും ഈ സ്നേഹമൊക്കെ കണ്ടപ്പോഴേക്കും ഭയ്യക്ക് ഒരുപാട് സന്തോഷമായി. ഭായിനെ मन ही मन बहुत खुशी से विदा लिया कि झोपड़ी में रहते हुए भी मेरी बहन को भोजन की कमी यहाँ ना होगी, അതായത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഭയ്യ അവിടെ നിന്ന് പടിയിറങ്ങിയത്. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ അവൾക്ക് ഒരിക്കലും പട്ടിണി വരില്ലല്ലോ എന്നൊരു ആശ്വാസത്തിൽ ആ ഭയ്യ തിരിച്ചിറങ്ങുന്നു. അപ്പൊ കഹാനി സന്തോഷ് അൻമനി ലഗാക്കർ കാമേ ജുഗ്നെ ലഗി, താല്പര്യമില്ലാതെ വീണ്ടും അവൾ അവളുടെ ജോലി തുടങ്ങി. സന്തോഷ് കി സ്ഥിതി ഖരാബ് ഹോനെ ലഗി, അവളുടെ സ്ഥിതിയും ആരോഗ്യവും ഒക്കെ നശിഞ്ഞു. മാനസികമായും ശാരീരികമായും അവള് ക്ഷീണതയാകാൻ തുടങ്ങി.
പതി ഉസെ ബാഹോ മേ ലേത്തെ വക്ത് ബി ഉസെ കാണ്ടോൻ ജൈസ അനുഭവം ഹോനെ ലഗ. അതായത് പതി അവളെ സ്നേഹിക്കാൻ വേണ്ടി അവളെ ചേർത്ത് പിടിക്കുമ്പോഴും അവൾക്കത് മുള്ളുകളായിട്ടാണ് അനുഭവപ്പെട്ടിരുന്നത്. അതിലൊരു സ്നേഹം അവൾക്ക് ഒരിക്കലും തോന്നിയില്ല, അല്ലെങ്കിൽ ആ സ്നേഹം അനുഭവിക്കാൻ അവൾക്ക് എന്താണ് അവളുടെ മനസ്സ് അവളെ സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു തൻ്റെ ജീവിതം മുഴുവൻ ബദ്ബു അഴുക്കിലായി മാറിയ രീതിയിൽ സന്തോഷം മാറി. അല്ലെങ്കിൽ അവൾക്ക് അവളുടെ വൈവാഹിക ജീവിതം തൻ്റെ ഭർത്താവിനോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ പറ്റുന്നില്ല, കുടുംബജീവിതത്തിൽ സന്തോഷമില്ല. അങ്ങനെ മുഴുവൻ ദുഃഖങ്ങൾ നിറഞ്ഞതായി മാറി അവളുടെ ജീവിതം. അതായത് അവൾക്ക് വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ എന്നാൽ ഒരു വൈവാഹിക ജീവിതത്തിലും അവൾക്ക് അതെന്തായിരുന്നു, എങ്ങനെയാണോ ജോലിയിലും വിദ്യാഭ്യാസത്തിലും അവൾക്ക് പരാജയം നേരിട്ടത്, അതേപോലെ അവളുടെ വൈവാഹിക ജീവിതവും വലിയൊരു പരാജയമായിരുന്നു. ഈ കഥയിലൂടെ തീർച്ചയായും എന്താണ്, സ്ത്രീകളുടെ നേരെയാണ് ഈ കഥ ഉന്നം വെക്കുന്നത്. ദളിത് സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന സമസ്യ, അവർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ, അതേപോലെ ജോലി ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെ സ്ത്രീ ശിക്ഷ ഈ കഹാനിയുടെ ഒരു പ്രമുഖമായിട്ടുള്ള മുദ്രയാണ്. പിന്നെ ഒപ്പം എന്താണ്, അങ്ങനെ ഒരു സാമാജിക വ്യവസ്ഥിതിയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഏത് ജോലി ചെയ്തോ ആ ജോലി തന്നെ അവർ കണ്ടിന്യൂ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാവുകയാണ്. ആ ഒരു സ്ഥിതി, ആ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് ഈ കഹാനിയിൽ കാണാൻ സാധിക്കും. കഹാനിയുടെ ഓരോ മീൻസ് അവൾ അനുഭവിക്കുന്ന അവളുടെ മാനസിക സംഘർഷം കൃത്യമായിട്ട് സൂരജ് പാൽ ചൗഹാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അവളുടെ മാനസികാവസ്ഥ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു ബദ്ബു അവസ്ഥയിൽ അവൾ ജീവിക്കുന്ന സമയത്ത് അവളുടെ മാനസികമായി അവൾ അനുഭവിക്കുന്ന ആ ഒരു പരേശാനി ഈ കഥയിൽ വ്യക്തമാണ്. അഗലി കഹാനി ഹെ ജീവൻ സാഥി. ये तो प्रेम कबाड़िया की कहानी है. प्रेम कबाड़िया का जन्म बाराबंकी गांव के करंद में हुआ था. उन्होंने जवाहरलाल नेहरू यूनिवर्सिटी से स्नातक की उपाधि ली. प्रेम कपाड़िया ने साहित्य के अतिरिक्त टीवी माध्यम और पत्रकारिता में भी उल्लेखनीय काम किए. सामाजिक विषयों पर टिप्पणीकार के रूप में भी नई पहचान बनाई. दलित उत्पीड़न, उत्तर प्रदेश की दास्तान आदि उनकी अत्यंत चर्चित शोधपरक कृतियां हैं. दलित विषयक विस्तृत शोध और चिंतन की छाप उनकी कहानियों में भी है. उनकी कहानी यथार्थ से साक्षात्कार ही नहीं करती, सामाजिक स्थितियों की समीक्षा भी करती है. उनकी अन्य कृतियां हैं हरियाणा के दलित, हरित क्रांति से वंचित और नई सदी भी तोड़ने ही पाई, उत्तर प्रदेश में अछूतपन आदि. कहानी के लेखक प्रेम कपाड़िया दलित समाज के तकलीफों के साथ घड़े होने अपनी रचनाओं का दायित्व मानते हैं. और ये विद्यालय जीवन के अंतर्जातीय प्रेम की कहानी है. അതായത് ഒരു വിദ്യാലയ പരിവേഷിൽ നടക്കുന്ന അന്തർജാതീയ പ്രേമിൻ്റെ കഥയാണ്. അതായത് ഇന്റർകാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കഥയാണ്. निम्न वर्ग के छात्रों को ചമരു ജൈസ സംബോധൻ ബി झेलना पड़ता है. അതായത് വിദ്യാലയത്തിൽ നിമ്നവർഗത്തിലുള്ള കുട്ടികൾ അവരെന്ത് ചെയ്യും, അവരെ ജാതിപ്പേര് കൂട്ടി വിളിച്ച് അവരെ അപമാനിക്കുമായിരുന്നു. उच्च वर्ग के ठेकेदारों द्वारा उन्हें यह याद दिलाया जाता है कि तुम्हारा सबसे बड़ी काम यह है कि तुम अछूत हो. അതായത് ഉയർന്ന വർഗത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അവരെപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ അച്ചൂത്താണ്, നിങ്ങൾ ഈ ജോലി ചെയ്താൽ മതി, നിങ്ങൾക്ക് മറ്റു ജോലികളോ, അതായത് നിങ്ങൾ ഭൂമിയിൽ പണിയെടുക്കേണ്ട ആൾക്കാരാണ്, നിങ്ങൾ കെട്ടിട നിർമ്മാണം ചെയ്യേണ്ട ആൾക്കാരാണ്, നിങ്ങൾക്ക് വിദ്യാഭ്യാസിച്ച് എന്ത് ചെയ്യാൻ നല്ല ജോലി നേടേണ്ട അവകാശമൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾ അച്ചൂത്താണ്, അസ്പൃശ്യ ജാതിയാണ്, നിങ്ങൾ ഇതിനു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് എപ്പോഴും അവരുടെ വാക്കുകൾ ഇവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഹാനിക്ക് നായിക ഓർ മാ പ്രഗതിശീൽ വിചാരോം കി ഹെ. അതായത് കഹാനിയിലെ നായികയും അമ്മയും പ്രഗതിശീല, ഒരിത്തിരി പ്രോഗ്രസീവായി ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. इसके कारण प्रेम विवाह में बदल जाता है, लेकिन उच्च समाज की अमानुष तस्वीर उसके बाद उभरते हैं. रेखा और प्रेम
सबसे छुपा कर शादी कर लेता है. അതായത് നായിക പ്രഗതിശീൽ വിചാരത്തിലുള്ളതാണ്. അങ്ങനെ അവൾ ആരെ കല്യാണം കഴിക്കുന്നു? രേഖയും പ്രേമും തമ്മിൽ ആരും അറിയാതെ കല്യാണം കഴിക്കുന്നു. അന്തർജാതീയ വിവാഹമാണ്. ലേക്കിൻ ഉച്ചവർഗ കെ ലോഗോं द्वारा रेखा का सामूहिक बलात्कार करता है. അപ്പം രേഖ ദളിത് സമുദായത്തിൽ വരുന്ന നിമ്നജാതിയാണ്. അങ്ങനെ ഇവരൊക്കെ ദളിതരാണ്, പക്ഷെ അതിലും താഴെ വരുന്നതാണ്. അന്തർജാതീയ ഇന്റർകാസ്റ്റ് റിലേഷൻഷിപ്പായിരുന്നു രേഖയും പ്രേമും തമ്മിൽ. അപ്പോൾ രേഖ ആരും അറിയാതെ രേഖയും പ്രേമും വിവാഹിതരാകുന്നു. അതറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? രേഖയെ സാമൂഹിക് ബലാത്കാർ, എല്ലാവരും കൂടി കൂട്ടമായിട്ട് ബലാത്കാരം ചെയ്യുന്നു. ഓർ വ മർ ജാത്തി ഹെ, ആ പീഡനത്തിനിരയായി അവള് മരിക്കുന്നു. നായക കോ ഇസ്കി ആശങ്ക പെഹലെ സെ ഭി ഥേ, അതായത് നായകന്, അതായത് പ്രേമിന് ഇത് ആദ്യമേ ഈ ഒരു കാര്യം സംശയമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഉപദ്രവം അവൾക്ക് നേരെ ഉണ്ടാകും എന്നുള്ളൊരു വിചാരം അയാൾക്കുണ്ടായിരുന്നു. ലേക്കിൻ അച്യുത് കി റിപ്പോർട്ട് പുലിസ് വാലോ നെ ഹി ദേഖ്നെ തക് നഹി ദിയ. പക്ഷേ അച്യുത്, ഒരു അസ്പൃശ്യ ജാതിയിലുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മരണ റിപ്പോർട്ട് എന്ത് ചെയ്യില്ല, ആരും കാണില്ല. അയാൾ എങ്ങനെ മരിച്ചു എന്നൊന്നും ആരും എന്ത് ചെയ്യില്ല, തിരിഞ്ഞു നോക്കില്ല. അതേപോലെ സാമൂഹിക ബലാത്കാരം നേരിട്ട് കൂട്ടബലാത്സംഗത്തിനിരയായി മരിച്ച രേഖയെ കുറിച്ച് പിന്നീട് എന്ത് ചെയ്തില്ല, ആരും അന്വേഷിച്ചില്ല. यदि ऐसे में दलित पागल हो जाए तो हथियार उठा ले, हत्या कर दे, आत्महत्या कर ले तो इसका कारण पुलिस और उच्च लोग ही कहना होगा. അതായത് ദളിത് വർഗിലുള്ള ആളുകൾ ഒരു പരിധിവരെ അവർ ആത്മഹത്യയ്ക്കും അവരുടെ മരണത്തിനൊക്കെ കാരണം ആരാണ്? ഉച്ചവർഗും ഈ പോലീസ് വർഗൊക്കെയാണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഈ സവർണ ജാതിക്ക് ഇതിന് കൂട്ടുനിന്നുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യുന്നു? ആ റിപ്പോർട്ടൊക്കെ ഇല്ലാതാക്കുന്നു. इस तरह प्रेम कपाटिया ने अपनी कहानी के माध्यम से दलित समाज की विविध समस्याओं को उठाया है. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ആണ് ഒരു പ്രേമ കഹാനിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ദളിത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കഹാനിയിൽ കാണിച്ചിരിക്കുന്നു. जिस सच को उन्होंने अपनी कहानियों का विषय बनाया है वो वास्तव में वो भोगा हुआ सच है. അദ്ദേഹം തന്റെ കഥകളിൽ താൻ ജീവിതത്തിൽ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ കഹാനിയിലെ വിഷയമാക്കുന്നത്. കഹാനിയോ മേ സമാജ് കെ ദബെ കുചലെ ശോഷിത് पीड़ित सताए हुए लोगों की अभिव्यक्ति को उन्होंने महत्वपूर्ण स्थान दिया है.